മലയാളിക്ക് നമസ്കാരം. കഴിഞ്ഞ ദിവസം യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലിട്ട പോസ്റ്റിന് വന്ന പ്രതികരണങ്ങൾ, ഉത്തരങ്ങൾ, ക്രിറ്റിസിസംസ് ഒക്കെ കണ്ടിട്ട് റിയലി ഐ എം സോ ടച്ച്ഡ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എനിക്കും ഒരു സ്ഥാനം തന്നതിന്. പക്ഷേ അതിനകത്ത് കുറേ പേര് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഔട്ട്രോ ഒക്കെ സൂപ്പറാണ്, ഇഷ്ടമാണ്, എല്ലാം ഓക്കെ. പക്ഷേ നിങ്ങൾ ഈ ഔട്ട്രോയിൽ കാണിക്കുന്ന പടം അടുത്ത വീഡിയോയിൽ ചെയ്യുന്നില്ല, അത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്ന്. വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല, അതിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മാറി തിരിഞ്ഞൊക്കെ പോകുന്നതാണ്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയും. പക്ഷേ ഇപ്പം എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പടം തന്നെ അങ്ങ് അവതരിപ്പിക്കാൻ വിചാരിച്ചു. Oh my God! Okay, it's happening. Everybody stay calm. What's the procedure, everyone? What's the procedure? Stay calm. இது சும்மா ட்ரெய்லர் தாம்மா. മെയിൻ പിക്ചർ നീ ഇന്നും പാക്കല പാത്ത ആടി പോയിടുക. അതെ, ഒരാൾ ആടി പരിപാടിയായ കഥയാണിത്. നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മാനമരേഖ ജീവിക്കുന്നവരെ ചുമ്മാ വിളിച്ചുകൊണ്ട് പോയി കുഴിച്ചടിക്കുന്നവരെ കണ്ടിട്ടുണ്ടാവും. വീണവൻ ഏതപ്പാ കോതമംഗലം എന്ന് പറഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും വീഴ്ത്തിയവൻ ഞാൻ താണ്ട ലിയോ എന്ന് പറഞ്ഞ് അടുത്ത പണിക്ക് പോകും. ഇത് ഇവിടെ പറയാൻ കാര്യം, പ്രഭാസ് എന്ന താരത്തിനെ പറ്റി ബാഹുബലിക്ക് ശേഷം എല്ലാവർക്കും അറിയാം. പക്ഷേ ബാഹുബലിക്ക് മുമ്പ് പ്രഭാസ് ഒരു കാലത്ത് തെലുങ്ക് സിനിമയിൽ നല്ല അത്യാവശ്യം കൊള്ളാവുന്ന ഫാമിലി പടങ്ങളൊക്കെ ചെയ്ത് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു നടനായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ രാഘവ ലോറൻസ് അണ്ണൻ്റെ ദൃഷ്ടി പ്രഭാസിൻ്റെ മേൽ വരഞ്ഞത്. അങ്ങേര് ഇന്ന് പ്രഭാസിനോട് പറഞ്ഞു, ഈ ഞാൻ ഫാമിലി പടമൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ ലെവൽ വേറെയാണ്, വരൂ നമുക്കൊരു രക്തം തെരിക്ക ഒരു മാസ് പടം ചെയ്യാം. പാവം പ്രഭാസ് സാർ അതിൽ വീണു. അങ്ങനെ തിയേറ്ററിൽ പോയി സ്വന്തം പടം കാണാൻ പേടിയുള്ള പ്രഭാസ് സാറിനെ FDFS തന്നെ വിളിച്ചുകൊണ്ട് പോയി പടം കാണിക്കാന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം ട്രോമ കൊടുത്ത അനർഗളമായ സൃഷ്ടിയാണ് റിബൽ. ഇൻകേണ്ടി കങ്കാരു മനം മുതൽപ്പെടുത്താം. അപ്പോൾ പടം തുടങ്ങുമ്പോൾ കുറേ വെടിയുണ്ടകൾ ഇങ്ങനെ നമ്മുടെ നേർക്ക് വരികയാണ്. പടം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ സംഭവിക്കുന്നത് യാദൃശ്ചികമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അല്ല, ഇറ്റ്സ് ജസ്റ്റ് ദ ബിഗിനിങ്. ഇനി ശരിക്കും പടം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഹെവി മഴയിൽ ചില്ല് ചെയ്യുന്ന ഒരു മുള്ളം പന്നിയാണ്. ട്രെയിനിൽ കുളിക്കും മുള്ളം പന്നി, ഞാനൊരു പാവം മുള്ളം പന്നി, ഞാനൊരു സ്റ്റൈലൻ മുള്ളം പന്നി, ഞാനൊരു സ്റ്റൈലൻ മുള്ളം പന്നി. Did you expect this? Hey, like you said, it's just a beginning. ഹൈദരാബാദ് നാഷണൽ ഹൈവേയിൽ ഒരു മുള്ളം പന്നിയെ കാറ് കയറ്റി കൊന്നിട്ട് പടം തുടങ്ങേണ്ട ആവശ്യം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ ചിന്തിക്കാം. പക്ഷേ അതൊരു സിഗ്നലാണ്. ഇനിയുള്ള പടത്തിൽ ഒരാവശ്യമില്ലാതെ വളരെ വൃത്തികെട്ട രീതിയിൽ ആൾക്കാർ മരിക്കുന്നത് കാണാൻ തയ്യാറായിക്കോളൂ എന്ന്. അപ്പോൾ മുള്ളം പന്നിയുടെ ബ്ലഡ് തെറിച്ചത് ഈ പോലീസ് മാമനും പത്നിയും കൂടെ പോകുന്ന വണ്ടിയിലേക്കാണ്. അവരാണ് ഇച്ചിരി വഴക്കിലാണ്. കാര്യം പറഞ്ഞാൽ പോലീസ് മാമന് മനസ്സിലാവില്ല എന്നറിയുന്നുണ്ട്. പത്നി ആ വജ്രായുധം അങ്ങ് എടുത്തു, കയറി അങ്ങ് പിടിച്ചു. കയ്യിൽ പിന്നെ അങ്ങോട്ട് ഏത് മാഷാണ് നിന്നെ പഠിപ്പിച്ചത്? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. എന്തായാലും അവരിങ്ങനെ പ്രേമിച്ച് വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് റോഡിന് നടുക്കൊണ്ടുവന്ന് ബൈക്ക് വയ്ക്കും. അത് കണ്ട പാടെ നമ്മുടെ പോലീസ് മാമൻ വണ്ടി വെട്ടിക്കും. ദേഷ്യം വന്ന പോലീസ് മാമൻ അവനെ കാച്ചാനായിട്ട് തോക്ക് പുറത്തെടുക്കും. തോക്കെടുത്തുകൊണ്ട് ഇനിയിപ്പോൾ കൈ പിടിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ പത്നിയും മാറ്റി കാലി പിടിക്കും. അപ്പം അങ്ങേര് കൂളാവും. എന്നിട്ട് വണ്ടി ഓടിച്ച് അങ്ങ് പോകും. പക്ഷേ അപ്പം താണ്ട് അമ്മാതിരി മഴയത്ത് അങ്ങേരെ കാച്ചാനായിട്ട് കാറിന്റെ മേലെ ഒരു മുള്ളം കൊല്ലി വേലായുധം കൊണ്ട് നിൽക്കുന്നു. ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ താണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് 4x8 പീപ്പിൾ വരുന്നു. ഒരു ഷോട്ടിൽ 8, വേറൊരു ഷോട്ടിൽ 9, പിന്നെ ഒരു ഷോട്ടിൽ 8, അതിങ്ങനെ മാറി തിരിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുക. അത് പോട്ടെ. അങ്ങനെ ഇത്രയും ഷോയെ കാണിച്ചിട്ട് മുള്ളം കൊല്ലി വേലായുധം ടോപ്പിൽ നിന്ന് പിടിച്ച് പോലീസ് മാമനെ കൊല്ലുന്നു. പോലീസ് മാമൻ തട്ടിപ്പോയപ്പോൾ കൺട്രോൾ വിട്ടിട്ട് വണ്ടി എവിടെ വെച്ച് ഇടിക്കുന്നു. അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ട് വേലായുധം യവന്മാരുടെ അടുത്തോട്ട് ചെന്നിട്ട് പറഞ്ഞു DHD ഫിനിഷ്ഡ് എന്ന്. ഇവിടെ നന്ദിയില്ലാത്തവനെ, അമ്മാതിരി മഴയത്ത് ഗ്രൈൻഡറിൽ മാവിട്ട് ആട്ടുന്ന പോലെ അങ്ങനെ കാറിട്ട് കറക്കില്ലായിരുന്നു. ഇപ്പം ഈ ഡയലോഗ് അടിക്കാൻ നീ ഇവിടെ ജീവനോട് ഉണ്ടാവുമായിരുന്നോ? സംഭവം ഇവർ ഇത്രയൊക്കെ പട്ടിഷോ കാണിച്ചിട്ട് പോലീസ് മാമൻ്റെ ഭാര്യ മരിച്ചില്ല. അവരെ അവസാനം വെടി വെച്ച് കൊല്ലുമായിരുന്നു. അപ്പോൾ 100 രൂപയുടെ ബുള്ളറ്റ് തീർക്കേണ്ട പണിക്ക് 8 ജാക്കറ്റ്, 8 ബൈക്ക്, 4 ലിറ്റർ പെട്രോൾ, ഒരു ഷോട്ട് ഗണ്ണും, ബാഹുബലി ലെവൽ പ്ലാനിങ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് ത്രിവിക്രം ശ്രീനിവാസ ലീഫ് ഡാഡിയുടെ മോനെ കൊല്ലാനായിട്ട് പാലം പണിതെന്ന് നിങ്ങൾക്ക് അറിയാമോ? പക്ഷേ ഓരോ ശത്രുവും അർഹിക്കുന്ന യുദ്ധമുറയുണ്ട്, അതേ പ്രയോഗിക്കാവൂ. പേനിനെ കൊല്ലുക നഖം അമർത്തിയാണ്, ഇരുമ്പ് കൂടത്തിനടിച്ചല്ല. എലിക്ക് പാഷാണം, അല്ലാതെ AK-47 എടുത്ത് ആരും ഫയർ ചെയ്യാറില്ല. എനിക്കറിയാണ്ട ഇവന്മാർക്ക് ഇത് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളു. എന്തായാലും DHD ഫിനിഷ് എന്ന് യവൻ പറഞ്ഞാൽ കൊട്ടക്കണക്കിന് കാശും കൊടുത്തിട്ട് ഇവര് നേരെ ചെന്ന് സബ്വേയിൽ പാട്ട് പാടുന്ന അന്തനെ പോലെ ഇരിക്കുന്ന ഈ മുട്ടയോട് ചെന്നിട്ട് DHD ഫിനിഷ്ഡ് എന്ന് പറയും. ഈ പെട്ടിയിൽ 50 lakhs ഉണ്ട്, എടുത്തോളൂ. താങ്ക് യു സർ. ഡേ പെട്ടി എടുത്തോണ്ട് പോടേ. തിരിച്ചു വരുന്നുണ്ട്, പെട്ടി എടുക്കാനായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവന്മാർ ചോദിക്കും സ്റ്റീഫൻ റോബർട്സിനെ ഒരു തവണ കാണാൻ പറ്റുമെന്ന്. അത് കേട്ട ഉടനെ മൊട്ട തോക്കെടുത്ത് അവന്മാരുടെ അസിസ്റ്റൻസിനെ അങ്ങ് കാച്ചു. ഓഹോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവന്മാരുടെ ഇടയിൽ തലയിൽ വെളിച്ചുള്ള ആരുമില്ലേ? അപ്പോൾ ഇങ്ങനത്തെ വെളികളൊക്കെ വില്ലന്മാരായിട്ട് വരുമ്പോൾ ഇവരെക്കാൾ ഇഹലോഹ ലൂസായിരിക്കണമല്ലോ നായകൻ. അപ്പോൾ അതാ വരുന്നു നമ്മുടെ പ്രഭാസ് സാർ അവതരിപ്പിക്കുന്ന നായക കഥാപാത്രം ഋഷി. പ്രഭാസ് സാറിന്റെ ഇൻട്രോ ഷോട്ടിൽ ഈ ക്യാമറ വെക്കാൻ 1 ഇഞ്ച് പോലും ബാക്കിയില്ല. ബാക്ക് ഷോട്ട്, ചെസ്റ്റ് ഷോട്ട്, തൈ ഷോട്ട്, ഹെയർ ഷോട്ട്, ക്രോച്ച് ഷോട്ട്, എന്തിനേറെ പറയണം, ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് ഒരു ഹീറോയ്ക്ക് ലിപ് ഷോട്ട് വരെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ പ്രഭാസ് സാർ തന്നെ ചോദിച്ചു, എനിക്ക് എന്തിനാണോ ലിപ് ഷോട്ടൊക്കെ വെക്കുന്നതെന്ന്. പക്ഷേ നമ്മുടെ മഹാനായ വിഷ്ണറി ലോറൻസ് അണ്ണന് അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അടിക്കരുത്,
ఎందుకు నాకు లిప్ షాట్ పెడుతున్నారు? హీరోయిన్కి పెడతారు కదా, హీరోయిన్కి పెడతారు, నాకెందుకు పెడుతున్నారు? అమ్మాయిలు చూసి ప్రభాస్ ലോറൻസ് സാർ ரொம்ப കേവലമാ ഇருக்கு. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നായകൻ സൂപ്പർ പവറുകളൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ചുമ്മാ നോക്കിയാൽ ക്യാൻ വീഴും, തുറച്ചു നോക്കിയാൽ സുനാമി അടിക്കും, പിന്നെ ദേഷ്യം വന്നാൽ മോന്തയ്ക്ക് ആർത്രൈറ്റിസ് വന്ന പോലത്തെ ഒരു നോട്ടമുണ്ട്. അമ്മേ, മോന്തയിൽ തൊട്ടിരിക്കുന്ന ഭസ്മം വരെ മാഞ്ഞു പോകും. പക്ഷേ എല്ലാ സൂപ്പർ ഹീറോകളെയും പോലെ തന്റെ കൂടെയുള്ളവരുടെ സുരക്ഷയ്ക്കും വിശ്വാസ്യതയ്ക്കും വേണ്ടി തന്റെ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു കയറാനായി തന്റെ സൂപ്പർ പവറുകൾ ഒളിപ്പിച്ചു വെച്ച ഒരു സാധാരണക്കാരനെ പോലെയാണ് ഋഷി ജീവിക്കുന്നത്. കാരണം അങ്ങനെ പ്രഭാസ് സാർ സ്റ്റീഫൻ റോബർട്ടിനെ അന്വേഷിച്ച് ഹൈദരാബാദ് എയർപോർട്ടിൽ വന്നിറങ്ങും. തെങ്ങന്തൈക്ക് ഫാക്ടർ ഫോഴ്സ് പോലെ പ്രഭാസ് സാറിന് കൂട്ട് ബ്രഹ്മാനന്ദം കാര്യമാണ്. പ്രഭാസ് സാർ വന്ന ഉടനെ സ്റ്റീഫൻ റോബർട്ടിന്റെ കൊള്ള സങ്കേതം എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കും. ബ്രഹ്മാനന്ദ സാർ ടാക്സി പിടിച്ച് അങ്ങനെ കറക്റ്റ് അഡ്രസ്സിൽ കൊണ്ടുവിടും. അവിടെ നടി കിട്ടുമ്പോൾ സ്റ്റീഫൻ റോബർട്ട് കൊന്ന അവസാനത്തെ ആളുടെ അഡ്രസ്സ് അറിയാമോ എന്ന് ചോദിക്കും. ബ്രഹ്മാനന്ദ കാര്യം അതും ഒപ്പിച്ചു കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഈ കൊലയൊന്നും സ്റ്റീഫൻ റോബർട്ട് അല്ല ചെയ്യുന്നത് നാട്ടുകാരെ വിശ്വസിപ്പിക്കാനായിട്ടാണ് അവർ ഈ മൊട്ടയ്ക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് മൊട്ട യവന്മാർക്ക് കൊട്ടേഷൻ കൊടുത്ത് യവന്മാർ വേലായുധന് കൊട്ടേഷൻ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നാട്ടുകാർക്ക് സ്റ്റീഫൻ റോബർട്ടിന്റെ അച്ചി വീട്ടിലോട്ടുള്ള വഴി റേഷൻ കാർഡിന്റെ എക്സ്പയറി ഡേറ്റ് വരെ അറിയാം. പക്ഷേ ഇതൊക്കെ അറിയാമെങ്കിൽ ഇവന്മാരെ ഇതുവരെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ പക്ഷേ പ്രഭാസ് സാറിനെ അവരെ തട്ടണം. ആളെ കാണാതെ എങ്ങനെ തട്ടാനാണ്? അങ്ങനെ പ്രഭാസ് സാർ കൊടുക്കും. സ്റ്റീഫൻ റോബർട്ട് അവസാനം കൊന്ന് നമ്മുടെ മുള്ളമന്തി പോലീസിന്റെ വീട്ടിൽ ചെല്ലും. അപ്പോൾ അങ്ങേരുടെ മോൻ പറയും, അച്ഛൻ സ്റ്റീഫൻ റോബർട്ടിനെ കുറിച്ച് എല്ലാ എവിഡൻസ് കളക്ട് ചെയ്തൊരു ഫയലിൽ വെച്ച് അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നതിന്റെ തലേ ദിവസമാണ് അങ്ങേരെ കൊന്നതെന്ന്. അപ്പോൾ പ്രഭാസ് ആണെന്ന് ലോട്ടറി അടിച്ച പോലെ തോന്നി. അത്ര എവിഡൻസ് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുമല്ലോ. അപ്പോൾ അങ്ങേര് ചോദിക്കും, ആ ഫയൽ ഒന്ന് കാണിക്കാമെന്ന്. സ്റ്റീഫൻ റോബർട്ടിനെ തപ്പി ആദ്യം പോയപ്പോൾ അടിച്ച് വെളി തള്ളലാണ് കിട്ടിയെങ്കിൽ രണ്ടാമത് ഇപ്പോൾ കഴുത്തി പിടിച്ച് വെളിയിൽ തള്ളലാണ് കിട്ടാൻ പോകുന്നത്. പെട്ടെന്ന് ഇവിടുന്ന് അവന്റെ പെങ്ങൾ കയറി വന്നിട്ട് പ്രഭാസ് സാറിനെ പൂര ചീത്തയും പറഞ്ഞ് അങ്ങനെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളാൻ നോക്കും. അപ്പോൾ പ്രഭാസ് സാറിന്റെ മനസ്സിൽ മുഴുവൻ ആ ഫയലാണ്. അങ്ങനെ സാറ് തിരിച്ച് അങ്ങനെ കഥ പറയും. സെക്കൻഡ് ഹാഫിലെ എഫക്റ്റിന് വേണ്ടി ഈ ഭാഗത്ത് ആ കഥ മ്യൂട്ടാണ്. അങ്ങനെ ആ കഥ കേട്ട് ഇമോഷണലായി ചേച്ചി പറയും, അച്ഛൻ്റെ ആ ഫയൽ ഞാൻ എടുത്തു തരാമെന്ന്. പ്രഭാസ് സാർ തൊണ്ട കയറി മോണാക്ട് കളിച്ചാൽ ഒരു ഫലമായല്ലോ. ഇതെന്താ സോമ, നിന്റെ അപ്പന്റെ അങ്ങാടി വരുന്നവിടെയാ? ഒരു ഫോട്ടോ പോലും ഇല്ലാതെ ഇങ്ങനെ എന്ത് അറസ്റ്റ് തൊളിക്കാനായിരുന്നത്. അവൻ പ്രഭാസ് സാർ തൊണ്ട കയറി മോണാക്ട് കളിച്ചൊക്കെ വെറുതെ അല്ല. ഇനി ഏതായാലും വന്നതിന്റെ ബാക്കി നോക്കാനല്ലേ പറ്റൂ. അപ്പോൾ പ്രഭാസ് സാർ ചോദിക്കും, സ്റ്റീഫൻ റോബർട്ട്സായിട്ട് ബിസിനസ് ചെയ്യാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണാൻ പറ്റില്ല എന്ന്. അണ്ണ മറന്നു, അതും ചോദിച്ചു എന്നപ്പോഴല്ലേ അവർ ഇരുമ്പ് കമ്പിക്ക് തേമ്പി വിട്ടത്. അപ്പോൾ നമ്മുടെ പോലീസ് മാമന്റെ മോൻ പറയും, ഇമ്മാരി ഉള്ള ഐഡിയ ഒന്നും വർക്കാവുന്ന ഒരു ഐഡിയ ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ പറയാൻ നീ കേൾക്കാൻ. അപ്പോൾ പ്രഭാസ് സാറിന് എന്തായാലും ആളെ കൊന്നാൽ മതിയല്ലോ. അതുകൊണ്ട് പുള്ളി പറയും, ഐഡിയ പറയൂ, ഞാൻ കേൾക്കാവുന്നു. അപ്പോൾ അങ്ങനെ മോൻ പറയും, ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റീഫൻ റോബർട്ടിനെ നേരിട്ട് ആകെ കണ്ടിട്ടുള്ള മൊട്ടയുടെ മോളായ തമന്ന ചേച്ചിയെ വളയ്ക്കുക എന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോലീസ് മാമിന് എവിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കേട്ടതും പ്രഭാസ് സാർ ഡാൻസ് ടീച്ചറായി തമന്ന ചേച്ചിയെ വളയ്ക്കാനായിട്ട് ബാങ്കോക്കിന് വണ്ടി കയറും. പിന്നെ അങ്ങോട്ട് ലോറൻസ് അണ്ണൻ്റെ ഏരിയയാണ്. കാഞ്ചനയൊക്കെ എന്ത് മൂഞ്ചാനാണെന്നുള്ള മട്ടിലാണ് തമന്ന ചേച്ചിയെ പണം ത്രൂ ഔട്ട് കാണിച്ചിരിക്കുന്നത്. നേവൽ ഫെറ്റിഷാണ് മെയിൻ. ആ ഫെറ്റിഷിൻ്റെ ഒരു പീക്ക് എത്തുമ്പോഴത്തേക്കും പ്രഭാസ് സാറിനെ കൊണ്ട് മിറർ വഴി തമന്ന ചേച്ചിയുടെ സാരി മാറ്റുന്ന സീനൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ പടത്തിനകത്ത് ആദ്യം അനുഷ്കയായിരുന്നു നായിക. പക്ഷേ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് വെച്ച് അനുഷ്ക സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടാണോ എന്താണോ എന്ന് അറിഞ്ഞുകൊണ്ട് അവർ പോയിട്ടാണ് തമന്ന ചേച്ചി വന്നത്. തമന്ന ഈ പടത്തിൽ ആക്ച്വലി ഒരു ഡാൻസ് ടീച്ചറാണ്. പക്ഷേ അനുഷ്കയ്ക്ക് വേണ്ടി ലോറൻസ് അണ്ണൻ വെച്ചിരുന്ന റോൾ ആക്ച്വലി ഒരു യോഗ ടീച്ചറായിരുന്നു. ഡാൻസ് ടീച്ചറിനൊക്കെ ഇതാണ് അവസ്ഥ, യോഗ ടീച്ചറിനൊക്കെ എന്തായിരിക്കും അവസ്ഥ? വേണ്ടെണ്ണ വേണ്ട. എന്തായാലും തമന്ന ചേച്ചി അവതരിപ്പിച്ചിരിക്കുന്ന നന്ദിനി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വെറുപ്പിക്കുന്ന നായികമാരുടെ ലിസ്റ്റിലാണ് തെലുങ്കന്മാർ ചേർത്തിരിക്കുന്നത്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, അമ്മാരി വെറുപ്പിക്കലായിരുന്നു. അങ്ങനെ തമന്ന ചേച്ചി അണ്ണൻ നല്ല പുഷ്പം പോലെ വളയ്ക്കും. വളഞ്ഞപ്പോൾ തന്നെ സ്വന്തം തന്തയ്ക്കിട്ട് പണി കൊടുക്കാൻ ചേച്ചി തയ്യാറായി. പക്ഷേ ചേച്ചിയെ വീഴ്ത്താൻ പട്ടിഷോയും കാണിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഭഗീരഥൻ പിള്ളയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവൻ പ്രഭാസ് സാറിനെ തുപ്പാക്കി കാണിച്ച് പേടിപ്പിച്ച് തട്ടിക്കളയാനായിട്ട് കാറി കയറ്റി കൊണ്ടുപോകും. പക്ഷേ പൂച്ചാണ്ടി കാണിച്ച് പേടിപ്പിക്കാൻ ഇത് പൂച്ചയല്ല ഡിനോസർ ആണെന്ന് ഭഗീരഥൻ പിള്ളയ്ക്ക് മനസ്സിലാവണ്ടേ. അങ്ങനെ ചരിഞ്ഞ് കിടന്ന പ്രഭാസ് സാറിന് ഉളുക്ക് വീഴുന്ന കാറിൽ മോന്ത പോലും തിരിക്കാൻ പറ്റാത്ത രീതിയിൽ 4 പക്കത്തൊന്ന് തുപ്പാക്കി ഉണ്ടായിട്ടും ഡിനോസർ 4 പേരെയും വെടിവെച്ചിട്ട് നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങി വരും. കുന്നംകുളത്ത് ഷൂട്ട് ചെയ്തിട്ട് ബാങ്കോക്ക് ഗ്രീൻ സ്ക്രീൻ ഇട്ടൊക്കെ മനസ്സിലാക്കാം. പക്ഷേ പ്രഭാസ് സാർ ഓറ ഫാം ചെയ്യുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഇറങ്ങി വന്നത് കാർ ഒരു ആവശ്യമില്ല അങ്ങ് പൊട്ടിത്തെറിക്കും. അങ്ങനെ കാറൊക്കെ പൊട്ടിച്ചിട്ട് പ്രഭാസ് സാറും ചേച്ചിയും കൂടെ ഫ്ലൈറ്റ് പിടിച്ച് നേരെ ഹൈദരാബാദിലോട്ട് വരും. ചേച്ചി നേരെ വീട്ടിലോട്ട് ചെന്ന് ഡാഡിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കും. അങ്ങനെ അപ്പ കണ്ടതിന് വേണ്ടി അപ്പനെ വരെ കുടിപ്പിച്ച് കിടത്തി ചേച്ചി സ്റ്റീഫൻ റോബർട്ടിന്റെ വീഡിയോ ഒപ്പിക്കും. ക്ലിപ്പ് കിട്ടിയ ഉടനെ ചേച്ചി സാറിനെ വിളിച്ച് പറയും, ക്ലിപ്പ് നാളെ രാവിലെ തരാം. ഉച്ചയിൽ വെയിലടിച്ചിട്ട് ക്ലിപ്പ് കിട്ടിയിട്ടൊക്കെ എന്ത് കാര്യം? അതുകൊണ്ട് പ്രഭാസ് സാർ അന്ന് രാത്രി തന്നെ ചേച്ചിയുടെ കോമ്പൗണ്ട് ചാടും. അങ്ങനെ സ്വയം ത്രികോണവൽക്കരണത്തിൽ ബിസി ആയിട്ട് നിൽക്കുന്ന ഇങ്ങനെയാണ് സ്റ്റീഫൻ റോബർട്ട് എന്ന് പ്രഭാസ് സാറിന് മനസ്സിലായി. അങ്ങനെ പ്രഭാസ് സാർ അവനെ കൊല്ലാനായിട്ട് ബാങ്കോക്കിൽ നിന്ന് കൊണ്ടുവന്ന ബാഗിനകത്ത് എയർപോർട്ടുകാർ പിടിക്കാത്ത 2 ഗണ്ണും എടുത്തുകൊണ്ട് പോകും. അപ്പോഴാണ് മുള്ളമന്തി പോലീസിന്റെ മോൻ വന്നിട്ട് പറയുന്നത് അവൻ പാതിരാത്രിക്ക് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ പെങ്ങളെ വന്ന് ആരോ തട്ടിക്കൊണ്ട് പോയെന്ന്. അപ്പോൾ പ്രഭാസ് സാർ ഒരു ഡേ ടൂർ എടുക്കും. ഈ ഏരിയയിൽ ത്രിവിക്രം ശ്രീനിവാസന് പാലമണി കൊട്ടേഷൻ ഐഡിയ കൊടുത്തതുപോലെ ലോറൻസ് അണ്ണൻ വേറൊരു ഡയറക്ടർക്ക് വേറൊരു കിടിലൻ ഐഡിയ കൊടുത്തിട്ടുണ്ട്. മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ് രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ അമരേന്ദ്ര ബാഹുബലി.
അങ്ങനെ പ്രഭാസാർ അങ്ങോട്ട് കയറി ചെന്നിട്ട് എല്ലാവരും അടിച്ച് നൂത്തിട്ട് ഒരുത്തനെ മാത്രം ജീവനോടെ വെച്ചിട്ട് പറയും നിന്റെ ഗ്യാങ്ങിനെയും കൂട്ടി 5 മണിക്ക് ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്ന് കോഫി ഷോപ്പ് വരെ പോകുന്നതിനിടയ്ക്ക് കൊല്ലാൻ പറ്റുമെങ്കിൽ കൊന്നോളാം. ഗുണ്ടകളാണെങ്കിലും എല്ലാവരും നല്ല പങ്ക്ച്വലായിരുന്നു. കറക്റ്റ് 5 മണിക്ക് തന്നെ 2 കൂട്ടർ അവിടെ എത്തി. പിന്നെ നമ്മൾ വിചാരിക്കും സ്ഥിരം നടക്കുന്ന പരിപാടി തന്നെ, ഓരോരുത്തരായിട്ട് പ്രഭാസാറിനെ അടിക്കാൻ വരും, പ്രഭാസാർ ഓരോരുത്തരായിട്ട് അടിക്കും, ഈ പരിപാടി ആയിരിക്കുന്നു. പക്ഷെ ആരും ചിന്തിക്കാത്തൊരു ട്വിസ്റ്റാണ് അവിടെ സംഭവിച്ചത്. കോമഡി എന്താണെന്ന് വെച്ചാൽ ആ പ്രദേശത്തെങ്ങും ഒരു മനുഷ്യൻ പോലും ഇല്ലെങ്കിൽ അടിക്കാൻ സമയമാകുമ്പോൾ കറക്റ്റായിട്ട് പ്രഭാസിന്റെ പുറകിൽ വന്ന് ലൈൻ കെട്ടി നിൽക്കും ചാടിച്ചെന്ന് അടിക്കാൻ. എന്തായാലും അവിടെ മുഴുവൻ അടിച്ച് പൊളിച്ച് വെടിയും വെച്ച് പണ്ടാരം അടക്കിയിട്ട് 2 പേരെ പോയിന്റ് ബ്ലാങ്ക് നിർത്തി ഷൂട്ടും ചെയ്യും. പക്ഷേ ഇതൊക്കെ തമന ചേച്ചി കാണുന്നുണ്ടായിരുന്നു. ചേച്ചി ഇങ്ങനെ ഇത് കണ്ട് ഞെട്ടി നിൽക്കുമ്പോഴാണ് പടത്തിന് ഇന്റർവൽ. പക്ഷേ എല്ലാ കാര്യത്തിലും ബാക്കി ഡയറക്ടേഴ്സിന് ഐഡിയ കൊടുക്കുന്ന ലോറൻസ് ആണ്. ഇന്റർവൽ കാർഡ് ഇടുന്നതിന് മാത്രം അറ്റ്ലി എടുത്ത് ട്യൂഷന് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും വലിയൊരു ഐ ഇവിടെ നിൽക്കുമ്പോൾ ചുമ്മാ ഒരു ഐ അവിടെ ഇട്ടിരിക്കുന്നു. അറ്റ്ലി എണ്ണം തള്ളവരിലൊക്കെ വെച്ചാണ് ഇന്റർവൽ ഇടുന്നത്. പിന്നെ ലോറൻസ് എണ്ണെ പറ്റി നമുക്കറിയാലോ. ലോറൻസ് എണ്ണം 10 പടം എടുത്തു കഴിഞ്ഞാൽ 10 പടം ഒരുപോലെ ഇരിക്കും. അപ്പോൾ പിന്നെ ജോണർ മാറ്റി പിടിച്ച് എന്തെങ്കിലും മാറ്റം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഇല്ല. ഈ പടം കാഞ്ചന എങ്ങനെയാണോ അതേ ഫോർമാറ്റിലാണ്. ഫസ്റ്റ് ഹാഫ് മുഴുവൻ കൊലപാതകം, സെക്കൻഡ് ഹാഫിൽ അന്നനാളം വരെ അലിയിച്ച് കളയുന്ന ഇമോഷണൽ ഫ്ലാഷ് ബാക്ക്. അപ്പോൾ തമന ചേച്ചി പ്രഭാസിനോട് ഫ്ലാഷ് ബാക്ക് പറയും. അങ്ങനെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു വരുമ്പോൾ എന്താണ്, പ്രഭാസ് സാർ ഫ്ലാഷ് ബാക്കിൽ ഒരു നല്ലവനായ ഒരു ഗുണ്ടയുടെ മകനായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കുള്ള റിബൽ സ്റ്റാർ. ഫസ്റ്റ് ഹാഫിൽ തമന്ന കാണിച്ച കോമളിത്തരങ്ങളൊക്കെ പോട്ടെ, സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ വെച്ച് മാസ് കാണിക്കാമെന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന കോമഡിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ. പക്ഷേ അങ്ങേർക്കാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ. അങ്ങേരെ വെച്ച് ലോറൻസ് അണ്ണൻ ഒരു ഫൈറ്റ് വരെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ఒక ఫైట్ తీశాను, నిజంగా చెప్పకూడదు, చేసి చూపిస్తాను. അപ്പോൾ വീട്ടിൽ വരെ ടൈം കെട്ടി കോട്ട് വിട്ട് നടക്കുന്ന ഈ റിബൽ സ്റ്റാറിന്റെ മോനാണ് നമ്മുടെ കുട്ടി റിബൽ സ്റ്റാർ. അങ്ങേറെ വിചാരം മോൻ കർണാട്ടിക് മ്യൂസിക് ഒക്കെ പഠിക്കുന്ന ഒരു സാധുവാണെന്നാണ്. പക്ഷേ നമ്മുടെ പ്രഭാസ് സാർ അവിടെ അടിയും കൂടി മരവും ചുറ്റി പ്രേമിച്ച നടപ്പാണ്. ആരെയാണ് നമ്മുടെ പ്രഭാസ് സാർ പ്രേമിക്കുന്നത്? നമ്മുടെ ഗോകർണം ഗൗരി ചേച്ചിയെ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം റിബൽ സ്റ്റാർ കുട്ടി റിബൽ സ്റ്റാറിനെ വിളിച്ചിട്ട് വീട്ടിലോട്ട് വാ, കൂട്ടത്തിൽ നിന്നിട്ട് പാട്ട് ടീച്ചറിനെ കൂടെ കൊണ്ടുവരാൻ പറയും. സാറിന് പാട്ട് ടീച്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേച്ചിയെ മേക്കപ്പ് ഇട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കും. പക്ഷേ ചേച്ചി പറയും ചേച്ചിയുടെ 3 അമ്മമാരോട് സമ്മതം ചോദിക്കണമെന്ന്. ഇത് കേട്ടപ്പോൾ പ്രഭാസ് സാറിന് ആകെ ദേഷ്യമായി. പക്ഷേ ചേച്ചി സാറിനെ വിളിച്ചുകൊണ്ട് പോയി കുറേ കന്യാസ്ത്രീമാരെ കാണിച്ചിട്ട് ഇവരൊക്കെയാണ് എൻ്റെ അമ്മമാരെന്ന് പറയും. അതെ, ചേച്ചി ഒരു അനാഥയാണ് ഗൈസ്. ഇത് കേട്ടപ്പോൾ പ്രഭാസ് സാർ അറിയാതെ അങ്ങ് ഇമോഷണലായി. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഇതൊക്കെ കഴിയുമ്പോൾ പിന്നെ ലോറൻസ് അണ്ണൻ്റെ സ്ഥിരം ചാരിറ്റി പോൺ, കണ്ണ് കാണാത്ത കുട്ടികളെയും കൈ വയ്യാത്ത കുട്ടികളെയൊക്കെ കൂടെ കാണിച്ചിട്ട് സിമ്പതി ഉണ്ടാക്കി ഇമോഷൻ വർക്കൗട്ട് ആക്കുന്ന തറ വേല. അങ്ങനെ കന്യാസ്ത്രീമാരെ അവിടെ നിന്ന് സെൻഡ് ഓഫ് ഒക്കെ കൊടുത്ത് വിട്ടിട്ട് പ്രഭാസ് സാറും ഗൗരി ചേച്ചിയും കൂടെ വീട്ടിലോട്ട് വരും. അവിടെ വെച്ച് പ്രഭാസ് സാർ ശരിക്കും ഡാൽമേഷൻ അല്ല ഡൈനോസർ ആണെന്ന് തെളിയിക്കും. പക്ഷേ അത് അങ്ങനെ വീട്ടിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്ന ഡാഡിക്ക് ഇഷ്ടമല്ല. പിന്നെ കൂടെ നടന്നൊരു ഗുണ്ട അങ്ങനെ ഉപദേശിക്കുമ്പോൾ അങ്ങനെ മനസ്സ് മാറും, മോനെ മരുമോളെ സ്വീകരിക്കും. പക്ഷേ ഈ കൂളിംഗ് ഗ്ലാസ് കൊണ്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു പോലീസുകാരനെ അടിച്ചില്ല, അത് ഇങ്ങനെ സ്വന്തം അനിയൻ്റെ മോനായിരുന്നു. അപ്പോൾ അങ്ങേരും സ്ഥലത്തെ വേറൊരു മുറിവേറ്റ ഗുണ്ടയും പിന്നെ ത്രികോണ സ്വാമികളും കൂടെ ചേർന്ന് പ്രഭാസിനെ പറഞ്ഞ് പറ്റിച്ചിട്ട് മൊത്തം ഫാമിലിയെ ഡിഷും. പ്രഭാസ് സാർ സംഭവം അറിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും മൊത്തം ഫാമിലി ഡെഡ്. അപ്പോൾ താണ്ട് ആസ്തി മുഴുവൻ വിറ്റ് ഇത് മുഴുവൻ അറേഞ്ച് ചെയ്ത മുറിവേറ്റ സിംഹം വന്ന് ഡാൻസ് കളിക്കും. അങ്ങേരുടെ അടുത്തോട്ട് പ്രഭാസ് സാർ ഓടി എത്തുന്നതിന് മുമ്പേ അങ്ങേര് സ്വയം തലയ്ക്ക് വെടിവെക്കും. തലയ്ക്കൊക്കെ വെടി കൊണ്ടാലും എന്താ, അങ്ങേര് കുറേ നേരം ചിരിച്ചുല്ലസിച്ച് കഥയൊക്കെ പറഞ്ഞിട്ടാണ് മരിക്കുന്നത്. എന്തായാലും കഥയൊക്കെ കേട്ടപ്പോൾ തമന്ന ചേച്ചിക്ക് മനസ്സിലായി ചേച്ചിയെ തേച്ചതാണെന്ന്. പക്ഷേ പ്രഭാസ് സാറിന് ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമില്ല, ചേച്ചി സാറുമായിട്ട് അങ്ങ് കയറി ഒട്ടി. എന്നിട്ട് വീണ്ടും ഒരു കാര്യമില്ല അവളുടെ തന്തേ പ്രഭാസ് സാറിന് ഒറ്റി കൊടുക്കും. പുണ്യം ചെയ്യണം ഇങ്ങനത്തെ പെമ്മക്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ. എന്തായാലും അങ്ങനെ പിടിച്ചെടുത്ത് തുടവഴി ഡ്രിൽ ഇറക്കിയപ്പോൾ സ്റ്റീഫൻ റോബർട്ട് ഹെലികോപ്റ്റർ വഴി വന്നിറങ്ങും. അപ്പോൾ എന്താ ട്വിസ്റ്റ്, ഈ സ്റ്റീഫൻ റോബർട്ടിൽ ഒരാൾ ഇവൻ്റെ അമ്മാവനാണ്. എന്തായാലും ഇവരെ കൊല്ലാന്ന് പറഞ്ഞ് സന്തോഷിച്ച് ഹെലികോപ്റ്ററിന്റെ മേലെ കൂടെ ബെൻസൊക്കെ പുറത്ത് വന്നപ്പോൾ ദാണ്ട കിടക്കുന്ന ട്വിസ്റ്റ്. പെരിയ മിഷൻ ഇമ്പോസിബിൾ നെനപ്പ്. എന്തായാലും അങ്ങനെ ഒറിജിനൽ സ്റ്റീഫൻ റോബർട്ട്സിനെ കാണിക്കാനായിട്ട് പ്രഭാസ് സാറിനെ അവന്മാർ ഇത്തിരി പോകുന്ന പൂങ്കാവനത്തിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരും. അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു വെറൈറ്റി ഹീറോയിസം. പ്രഭാസ് സാർ അങ്ങോട്ട് പറയും എന്നെ ഒരു 5 മിനിറ്റ് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അടിച്ചോ, ഞാൻ ഒന്നും തിരിച്ചടിക്കില്ല എന്ന്. എൻ്റെ അമ്മോ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. നിലത്ത് നിർത്തിയിട്ടില്ലെന്ന് മാത്രമല്ല മാനത്തുനിന്ന് വരെ പറന്ന് വന്ന് അങ്ങനെ വെട്രിഫൈഡ് ടൈൽസിൽ തേച്ച് വയ്ക്കും. പക്ഷേ ഭാഗ്യത്തിന് തമന്ന ചേച്ചി അപ്പോൾ ചന്ദ്രമുഖി കളിച്ച് ചത്ത സാറിനെ ഉണർത്തും. പ്രഭാസ് സാർ എഴുന്നേറ്റ് ഹൈ ജമ്പും ലോങ് ജമ്പും ജാവലിൻ ത്രോയൊക്കെ നടത്തി എല്ലാവരെയും കൊല്ലും. എല്ലാവരെയും കൊന്നിട്ട് രക്തത്തിൽ കുളിച്ചിരിക്കുന്ന പ്രഭാസ് സാറിനോട് തമന്ന ചേച്ചി പറയും ഇന്ന് മുതൽ എൻ്റെ പേര് ദീപാവലി എന്നാണെന്ന്. ഏത് നമ്മുടെ പ്രഭാസ് സാറിന്റെ ചത്തുപോയ കാമുകിയുടെ പേര്. അയ്യ സൂപ്പർ. ഇമാതിരി ഒരു പടം എടുത്ത് വെച്ചിട്ട് ലോറൻസ് അണ്ണൻ പ്രീ റിലീസ് ഇവന്റിൽ തള്ളിയ തള്ളൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. మీకు ఇట్టు ఫిల్మ్ నేను ఇవ్వనయ్యా, సూపర్ హిట్ ఫిల్మే ఇస్తా. ప్రభాస్ గారు ఫ్యాన్స్ బయటకు వచ్చి కాలర్ ఎగరేసుకుని ఇలా వాక్ చెయ్యకపోతే നിങ്ങൾക്ക് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരാം തിയേറ്ററിൽ നിന്ന്. നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ പടമൊക്കെ കാണുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ലോറൻസ് അണ്ണൻ വല്ലവൻ്റെ പടത്തിലല്ലേ ഇമാരി കോമളിത്തരങ്ങളൊക്കെ കാണിക്കുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് തെറ്റ്. ലോറൻസ് അണ്ണൻ ഇതേ കാര്യങ്ങൾ സ്വന്തം പടത്തിൽ ഇതിനേക്കാൾ കേവലമായ രീതിയിൽ 10 ഇരട്ടി ഡെസിബലിൽ കാണിക്കും. അത് താങ്ങാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം.
Get out.